കർണാടക സർക്കാർ നിർണായക നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. HIV AIDS ടെസ്റ്റ് നടത്തണമെന്നുള്ളൊരു തീരുമാനമാണ് സംസ്ഥാനത്തുള്ളത്. കോളേജുകളിൽ, അതായത് സംസ്ഥാനത്തെ ആർട്സ്, സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള എല്ലാ കോളേജുകളിലും HIV ടെസ്റ്റ് നിർബന്ധമാക്കാനുള്ള തീരുമാനമാണ് കർണാടക സ്റ്റേറ്റ് HIV പ്രിവെൻഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വിവിധ കോളേജുകളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇതിന് ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാകുന്നുണ്ട്. എല്ലാ കോളേജുകളിലും നിർബന്ധമായും HIV ടെസ്റ്റ് എടുക്കും. കോളേജുകളിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് കോളേജുകൾക്കുള്ളിൽ തന്നെ ക്യാമ്പുകൾ നടത്തി ടെസ്റ്റ് നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രധാനമായ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ HIV വ്യാപനം വലിയ രീതിയിൽ കർണാടക സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. ബാംഗ്ലൂർ അടക്കമുള്ള വലിയ നഗരങ്ങളിൽ HIV ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 2023-24 കാലയളവിൽ തന്നെ ഏകദേശം 46,500 പേർക്കാണ് HIV ബാധിച്ചിട്ടുള്ളത്. ഇത് 18-നും 35-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. അതോടൊപ്പം തന്നെ 2025-26 വർഷകാലയളവിൽ തന്നെ 66,000 പേർക്കാണ് രോഗവ്യാപനം. അതായത് വർദ്ധിച്ചു വരികയാണ്. രാജ്യത്ത് തന്നെ 3-ാം സ്ഥാനത്താണ് കർണാടക സംസ്ഥാനം ഇപ്പോൾ ഈ കാരണത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനവും വളരെ വേഗത്തിൽ തന്നെ തടയുക, രോഗം കണ്ടെത്തി വേണ്ട ചികിത്സ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് സർക്കാരിനുള്ളത്. മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ വിവിധ കോളേജുകളിലായുണ്ട്. അതുകൊണ്ട് അവർക്ക് ടെസ്റ്റ് വളരെയധികം ബാധകമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താതെയുള്ള പരിശോധനകളാണ് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഒരു QR സ്കാനറും ആപ്പും ഇതിനായി തയ്യാറാക്കുന്നുണ്ട്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്നുള്ളൊരു ആപ്പാണ്. അതിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അത് പ്രധാനമായും ഈ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗവുമാണ് ഇതിന് കാരണമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത് തടയുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് കൗൺസിൽ അടക്കമുള്ള കൗൺസിൽ വരെ നടത്തും. ഏതായാലും വലിയ രീതിയിൽ ഒരു കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ, അതായത് കർണാടക സർക്കാരിൻ്റെ തീരുമാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.